പാടില്ല. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഇനി അനുഭവിക്കാൻ നോക്കിയുള്ളൂ. ഗതികേട് കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു. ആർക്കാണ് പാപ്പ ഗതികേട്? തറവാട്ടുകാരനായ അലിയാർ കുഞ്ഞിന്റെ മരുമകളായിട്ട് ജീവിക്കാൻ വന്ന ഇവരുടെ ജീവിതം ഒരു വേലക്കാരിയേക്കാൾ ഘട്ടമാണ്. കുറെ നാളായിട്ട് ഞാനത് കാണുന്നു, സഹിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ അത് തെളിച്ചു പറ. ഞാൻ അവിടെ മൊഴിയിലേക്കാം. അവൾ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോട്ടെ. ഇപ്പൊ നീ പറഞ്ഞതാണ് അതിന് പേര്. ഇവിടെ മൊഴിയില്ലേ, നീ മറ്റൊരു കല്യാണം കഴിക്കണം. എന്നെ കൊണ്ട് ഇനിയും ഒരു കല്യാണം കൂടെ കഴിപ്പിക്കാനോ? എന്തിനാ? ഈ തറവാട്ടിലെ കുഞ്ഞിക്കാല് കാണാൻ. ഞാൻ സമ്പാദിച്ച സ്വത്തല്ല, കണ്ണിൽ കണ്ട പട്ടികൾക്ക് തിന്നാൻ എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ. താഹിറയില്ലേ? അവൾക്ക് കുട്ടികളില്ലേ? അവളുടെ കുട്ടികൾ ഏത് തറവാട്ടപ്പെട്ടതാ? നിനക്കൊരു കുഞ്ഞുണ്ടായാലേ ഈ തറവാട് നിലനിൽക്കും. ഞാൻ രണ്ടാം കെട്ട് കെട്ടിയിട്ട് അവളും പ്രസവിച്ചില്ലെങ്കിലോ? മൂന്നാമതും കെട്ടണം അല്ലേ? ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്ത ഉമ്മുവിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? ആ, നമുക്കൊരു ഡോക്ടറെ കാണാം. കല്യാണത്തിന് മുമ്പല്ലായിരുന്നു അത് വേണ്ടിയിരുന്നത്. ഉമ്മു പ്രസവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ മൊഴിയില്ല. അപ്പോ നേരത്തെ മൊഴിയല്ല നിക്കാ പറഞ്ഞത്? ബാപ്പെ കളിയാക്കിയതാണല്ലേ? കുറച്ച് ദിവസങ്ങളായി നീ പോകുന്ന വഴി ശരിയല്ല. എന്നെ ധിക്കരിച്ചാൽ